2-ാം അധ്യായത്തിന്റെ 11 മുതലുള്ള തിരുവചനങ്ങളിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വെച്ചു: സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനവരാശിക്ക് വേണ്ടിയാണ് കർത്താവ് ഈശോ മിശിഹ സ്വർഗം വിട്ട് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സ്വയം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച യേശുവാണ് പ്രിയ സഹോദരങ്ങളെ സത്യ ദൈവം. ആ ദൈവത്തിലൂടെ മാത്രമാണ് രക്ഷ. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്തയാണ് കർത്താവ് ഈശോ മിശിഹായുടെ ജനനം. സകല ജനത്തിനും വേണ്ടി. അവിടെ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയല്ല, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സത്വാർത്തയാണ് യേശുവിന്റെ ജനനം. അപ്പോൾ യേശുവിലൂടെ മാത്രമാണ് രക്ഷ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. കുരിശിൽ അവൻ ലോകത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി, പിശാചിന്റെ കുതന്ത്രങ്ങളെ, തന്ത്രങ്ങളെ അവൻ പരാജയപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശ് രക്ഷയുടെ മഹത്വത്തിന്റെ ചിഹ്നമായി മാറി. ആ കുരിശിലൂടെ കടന്നു വരുന്ന രക്ഷയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കണം. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുകയാണ്: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയത്രേ. പ്രിയ സഹോദരങ്ങളെ,